Welcome to Garam Masala, the magic spices of cooking. Perfect chili chicken. ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിനെ റൈസിന്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ ഒരു സൈഡ് ഡിഷായി സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിനെ ഒരു സ്റ്റാർട്ടറായും സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ഇതിനുവേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ ഇവ കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ പൗഡർ കൊണ്ട് ചിക്കൻ പീസസിനെ നന്നായി കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ പീസുകളായി മാറ്റാം. ഇവിടെ ഞാൻ ഈ ചിക്കൻ പീസസിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവൻ ഉപയോഗിച്ച് ഗ്രിൽ ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ ഇതിനെ നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആറ് മുതൽ 8 മിനിറ്റ് വരെ ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ തിരിച്ചിടണം. പത്ത് 12 മിനിറ്റ് ഇതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും. നമ്മുടെ ചിക്കൻ പീസസ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ചില്ലി ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ പീസസ് ഒരിക്കലും ഹാർഡ് ആകരുത്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കണം. ഇതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ വീതം ചില്ലി സോസ്, സോയ സോസ്, കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വിനാഗിരി ഇവ എടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കളറിന് വേണ്ടിയാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത്. 1/2 ടീസ്പൂൺ റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിച്ചതിന് ശേഷം ഫുഡ് കളർ ഉപയോഗിക്കാം. ഇതിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് സവാള ക്യൂബാക്കി മുറിച്ചെടുത്തത്, 1 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1/2 കപ്പ് വീതം ചുവപ്പും മഞ്ഞയും ക്യാപ്സിക്കം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കണം. ഈ വെജിറ്റബിൾസിനെ നമുക്ക് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഗ്രീൻ കളർ ക്യാപ്സിക്കവും ഉപയോഗിക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഒഴിക്കാം. ഈ സോസ് ഒന്ന് തിളച്ചു വരണം. സോസ് തിളച്ചു വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് പെർഫെക്റ്റ് ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ ഇവ കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യാം. താങ്ക് യു.